If you have less than 24 hours in Madurai, what will you do? ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. നമ്മൾ ഉച്ചയ്ക്കാണ് മധുരയിലെത്തിയത്. അതുകൊണ്ട് തന്നെ നേരെ ബിരിയാണി ഹെവനിലേക്കാണ് പോയത്. നല്ലൊരു മട്ടൻ ബിരിയാണിയും ചിക്കൻ 65 കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ് ആയി നമ്മൾ പോയത് മീനാക്ഷി അമ്മൻ ടെമ്പിൾ കാണാനാണ്. റെനോവേഷൻ നടക്കുന്നത് കൊണ്ട് എനിക്ക് ആ കംപ്ലീറ്റ് ബ്യൂട്ടി കാണാൻ പറ്റിയില്ല. ബട്ട് ഓണസ്റ്റ്ലി ഉള്ളിൽ വേറെ തന്നെ ഒരു വൈബായിരുന്നു. തമിഴ് ടെമ്പിൾസ് ആർ സീരിയസ്ലി വേറൊരു ഫീൽ അല്ലേ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പ്രേമവിലാസിലെ തിരുനെൽവേലി ഹൽവ കഴിക്കാൻ പോയി. അത് ആക്ച്വലി എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. എന്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയത്. നല്ല ചൂടുള്ള ഹൽവ കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് മധുരൈ സിറ്റി ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ബൺ പൊറോട്ട കഴിക്കാനാണ്. മധുരൈ വന്നാൽ ഇത് മിസ്സാക്കരുത് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചത് ബൺ പൊറോട്ടയും മട്ടൻ ചുക്കയാണ്. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. മധുരൈ വഴി പോകുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യല്ലേ കേട്ടോ. കൊത്തു പൊറോട്ടയും ട്രൈ ചെയ്തു. ബട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. വയർ ഫുൾ ആണേലും ഒരു ഐറ്റം കൂടെ കഴിച്ചാലേ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. എന്താന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ. ഒരു ചിൽഡ് ജിഗർത്തണ്ട. അതോടെ നമ്മൾ ആ ഡേ എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ എൻജോയ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി. ടൈം ഉണ്ടെങ്കിൽ തിരുമലൈ നായ്ക്കർ മഹൽ കൂടെ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യണം കേട്ടോ.